ഇതൊരു PR വർക്കല്ല. വയനാട്ടിലെ നൈസാമോളോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലവഴിച്ച വീഡിയോ കാണാത്തവർ ആരും ഉണ്ടാകില്ല എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ കുഞ്ഞിൻ്റെ സന്തോഷം നിറഞ്ഞ നിഷ്കളങ്കമായ ആ ചിരി കണ്ട് അവൾ ഈ സാഹചര്യവും അതിജീവിക്കും എന്ന് ആശ്വസിച്ചു. ആ ആശ്വാസത്തിന് കാരണമായത് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോഴിതാ മറ്റൊരു മിടുക്കൻ, ആ മിടുക്കനെ നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്ന വീഡിയോ വൈറലാവുകയാണ്. പറയുന്നവർക്ക് പറയാം ഇത് പബ്ലിസിറ്റിയാണ്. എത്ര അഭിനയിച്ചാലും മുഖത്ത് ഇത്രയും സ്നേഹം നിറയ്ക്കാൻ സാധിക്കുമോ? അഭിനയിക്കുന്ന സ്നേഹത്തിന് വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. ഇത് അഭിനയമല്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജീവിക്കുകയാണ്. ഒരു മുത്തശ്ശനെ പോലെ ഭാരതത്തിലെ കുഞ്ഞുങ്ങളെ, തൻ്റെ അടുത്തേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുതുതലമുറയെ ഇങ്ങനെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് മനസ്സിലുള്ള ആ ഒരു വിഷൻ പുതിയ തലമുറയിലൂടെ സാധിക്കാൻ അദ്ദേഹം വേണ്ട വഴിയൊരുക്കുകയാണ് എന്നാണ്. ഈ വീഡിയോയിൽ കടന്നു വരുമ്പോഴേ ആ കുഞ്ഞു പോലും അറിയാതെ അദ്ദേഹം അവൻ്റെ കുഞ്ഞി കൈകളിൽ പിടിക്കുന്നുണ്ട്. ഒപ്പം അടുത്ത് നിൽക്കുന്ന ശ്രീജേഷിൻ്റെ അച്ഛനെ ഒന്ന് തൊടുന്നു. ശ്രീജേഷിൻ്റെ മകനെ ചേർത്ത് നിർത്തുന്നു. ആ മകൻ്റെ മുഖത്ത് ഒരു സ്വർഗം കിട്ടിയ സന്തോഷം. എല്ലാവരും വളരെ സന്തോഷത്തോടെ നരേന്ദ്രമോദിയെ തന്നെ നോക്കുന്നു. ശ്രീയാൻഷ് എന്നാണ് ശ്രീജേഷിൻ്റെ മകൻ്റെ പേര്. ശ്രീയാൻഷിനെ ചേർത്ത് പിടിച്ച പ്രധാനമന്ത്രി മകളെ അനുശ്രീയെ തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ ശ്രീയാൻഷിനോടാണ് മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ പരിചയപ്പെടുത്താൻ മോദി ആവശ്യപ്പെടുന്നത്. കുട്ടിയുടെ കൈപിടിച്ച് മധുരപലഹാരങ്ങൾ ഉണ്ടായിരുന്ന ഹാളിലേക്ക് പോയ പ്രധാനമന്ത്രി വായിലേക്ക് ചോക്ലേറ്റ് വെച്ച് നിൽക്കുന്നതും വീഡിയോയിലുണ്ട്. എത്ര മനോഹരമായ ദൃശ്യങ്ങളാണല്ലേ. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ, അതിലെ സ്നേഹം നിറഞ്ഞ ആ മുഹൂർത്തം കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് നിറയ്ക്കാൻ അത് ധാരാളമാണ്. പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തിന് പിന്നാലെ ദില്ലിയിൽ എത്തിയതായിരുന്നു ശ്രീജേഷും കുടുംബവും. താരത്തെയും കുടുംബത്തെയും പ്രധാനമന്ത്രി കാണുന്ന വേളയിലാണ് ശ്രീജേഷിന്റെ മകനെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചത്. ശ്രീയാൻഷിന് ചോക്ലേറ്റ് നൽകുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മനുഷ്യൻ തങ്ങൾക്കായി സമയം കണ്ടെത്തിയത് അതിശയകരമാണ് എന്നാണ് ശ്രീജേഷ് ഈ നിമിഷത്തെക്കുറിച്ച് പ്രതികരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഒളിമ്പിക്സ് താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ച ചടങ്ങിലാണ് ശ്രീജേഷിന്റെ കുടുംബവും എത്തിയത്. തന്റെ കുടുംബത്തിന്റെ ഏറ്റവും മികച്ച ദിനം എന്നായിരുന്നു മോദിക്കൊപ്പമുള്ള ഈ നിമിഷത്തെ ശ്രീജേഷ് വിശേഷിപ്പിച്ചത്. ശ്രീജേഷിന്റെ അച്ഛൻ PV രവീന്ദ്രൻ, അമ്മ ഉഷാകുമാരി, ഭാര്യ ഡോക്ടർ അനീഷ്യ, മക്കളായ അനുശ്രീ, ശ്രീയാൻഷ്, സഹോദരൻ ശ്രീജിത്ത് എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ച ശ്രീജേഷ് രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വ്യക്തി ആയിരുന്നിട്ടും കായിക താരങ്ങൾക്കായി പ്രധാനമന്ത്രി സമയം ചിലവഴിക്കുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി മകന് ചോക്ലേറ്റ് നൽകിയെന്നും അതിശയകരമായ നിമിഷങ്ങളായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ഏതെങ്കിലും ടൂർണമെന്റിന് പോയി മടങ്ങി വരുമ്പോൾ തന്നെ കാണണം എന്നാണ് പ്രധാനമന്ത്രി പറയാറുള്ളത്. അദ്ദേഹം എപ്പോഴും ഞങ്ങൾക്കായി സമയം ചിലവഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചും അവിടെ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പ്രധാനമന്ത്രി ചോദിക്കാറുണ്ട്. കുടുംബവുമായി അദ്ദേഹത്തെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു. കുട്ടികളോട് അദ്ദേഹം സംവദിച്ചു. അച്ഛനോടും അമ്മയോടും സഹോദരനോടും സുഖവിവരങ്ങൾ തിരക്കി. എൻ്റെ മകന് മോദി ചോക്ലേറ്റ് നൽകിയത് അതിശയകരമായിരുന്നു. നേരത്തെ വിരമിക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു എന്ന് ശ്രീജേഷിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചിരുന്നു. കായിക താരങ്ങളുമായി സംവദിക്കവേ ആയിരുന്നു ഈ ചോദ്യം. പാരീസ് ഒളിമ്പിക്സിനൊടുവിൽ വിരമിക്കുമെന്ന് ഒളിമ്പിക്സിന് തൊട്ടു മുൻപായിരുന്നു ശ്രീജേഷ് പ്രഖ്യാപിച്ചത്. ഇതിനെക്കുറിച്ചായിരുന്നു മോദിയുടെ ചോദ്യം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിരമിക്കലിനെ കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് ശ്രീജേഷ് അദ്ദേഹത്തിന് മറുപടി നൽകിയത്. ശ്രീജേഷിന്റെ സാന്നിധ്യം ടീം ശരിക്കും മിസ് ചെയ്യും എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.